ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിലെ പ്രതിപിടിയിൽ മുഹമ്മദ് ഷെഫീറുൽ ഇസ്ലാം ആണ് പിടിയിലായത്. ഇയാൾ ബംഗ്ലാദേശ് സ്വദേശിയാണ് എന്നാണ് മുംബൈ പോലീസിന്റെ പ്രാഥമിക നിഗമനം. एक आरोपी को उसमें अरेस्ट किया गया है. आरोपी का नाम मोहम्मद शरीफुल इस्लाम शहजाद है. एज 30 इयर्स. ये समझ में आया है कि ये आरोपी चोरी के इरादे से उस घर में उसने एंटर किया था. बांग्लादेशी ओरिजिन का है ऐसा हमारा डाउट है. So there is a primary evidence to anticipate that this accused is Bangladeshi. He doesn't have a Indian valid document. There are some seizures which indicate that he is a Bangladeshi national. We think that this is his first time entrance at that residence. पिछले 5-6 महीने पहले मुंबई आया है ऐसा पता चला है. हाउसकीपिंग एजेंसी में काम करता है. വാർത്തയുടെ വിശദാംശങ്ങളുമായി രാകേഷാണ് ചേരുന്നത്. രാകേഷ്, ഈ പ്രതിയെ പിടികൂടാനാകാതിരുന്നത് പോലീസിന് വലിയ നാണക്കേടായിരുന്നു. ഇപ്പോൾ പ്രതിയെ പിടികൂടുമ്പോൾ അത് ഇന്ത്യൻ പൗരനല്ല എന്ന പ്രാഥമിക നിഗമനത്തിലേക്കാണ് എത്തുന്നത്. ഈ വ്യക്തിയുടെ ലക്ഷ്യം മോഷണ ശ്രമം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നോ, സംഘങ്ങളായുള്ള ഏതെങ്കിലും ശ്രമത്തിന്റെ ഭാഗമാണോ? ഈ വ്യക്തിയുടെ പശ്ചാത്തലം ഇതേ പശ്ചാത്തലമുള്ള ആളാണോ? പ്രത്യേകിച്ച് വേറെ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലീസ് ഈ വാർത്താ സമ്മേളനത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ? അഭിലാഷ്, മുംബൈ പോലീസിനെ വട്ടം കറക്കിയ സെയ്ഫ് അലി ഖാൻ ആക്രമണ കേസിലെ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇന്നലെ അർദ്ധരാത്രി താനെയിലെ ഹിരാനന്ദാനി എസ്റ്റേറ്റിന് സമീപത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഏതായാലും മുംബൈ പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്തയാണ്. കാരണം മുംബൈ പോലീസിനും സർക്കാരിനും വലിയ വിമർശനങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കേൾക്കേണ്ടി വന്നിരുന്നു. കാരണം 3 ദിവസമായിട്ടും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പ്രതിപക്ഷമടക്കം വലിയ വിമർശനത്തിന് ഉന്നയിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇന്നലെ അർദ്ധരാത്രി അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ബംഗ്ലാദേശ് സ്വദേശിയാണ് ഇയാൾ. മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം എന്നാണ് പേര്. 31 വയസ്സ് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ പോലീസ് മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല, പക്ഷേ മോഷണം തന്നെയായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്നാൽ ഇയാൾ അതിക്രമിച്ച് കയറുമ്പോൾ അത് സെയ്ഫ് അലി ഖാന്റെ വീടാണ് എന്ന് അറിയില്ലായിരുന്നു എന്നുകൂടി പോലീസ് ഈ ഘട്ടത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇയാളെ. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. മാത്രവുമല്ല, പോലീസ് വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മറ്റ് ചിലരുടെ സഹായം കിട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം പോലീസിന് ഉണ്ട്. അല്ലാത്ത പക്ഷം ഇയാൾക്ക് ഇത്തരമൊരു മോഷണം നടത്താൻ കഴിയില്ല. കാരണം 12ാം നിലയിലെ അപ്പാർട്ട്മെന്റിലാണ് മോഷണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുറമെ ആരെങ്കിലും ഇയാളെ സഹായിച്ചിട്ടുണ്ടാകാം എന്ന സൂചന കൂടി പോലീസിനുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഒരാൾ കൂടി കസ്റ്റഡിയിലുണ്ട് എന്ന സൂചനയാണ് നൽകുന്നത്. പക്ഷേ പോലീസ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും പോലീസ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യ 2 ദിവസവും ഈ കേസുമായി ബന്ധപ്പെട്ട് കാര്യമായി തുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ രാവിലെയോടുകൂടി CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അത് നിർണായകമായി. അതായത് ദാദറിൽ ഇയാളൊരു മൊബൈൽ ഷോപ്പിൽ കയറി അവിടെ നിന്ന് ഹെഡ്സെറ്റ് വാങ്ങുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പോലീസ് അന്വേഷണം നടത്തി. തുടർന്ന് ഇയാൾ താമസിക്കുന്ന സ്ഥലത്ത് പോലീസ് എത്തുകയും കൂടെ താമസിച്ചിരുന്ന ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ട്രേസ് ചെയ്തുകൊണ്ടാണ് അറസ്റ്റിലേക്ക് നീങ്ങിയത് എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്ന് അവധിയായതിനാൽ കോടതിയില്ല. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനുള്ള നീക്കമാണുള്ളത്. ഏതായാലും 5 മാസം മുമ്പാണ് ഇയാൾ ബംഗ്ലാദേശിൽ നിന്ന് മുംബൈയിൽ എത്തിയതെന്ന് കൂടി പോലീസ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അതായത് ഇപ്പോഴത്തെ പോലീസിന്റെ പ്രതികരണത്തിൽ നിന്ന് ഒരു കരുതിക്കുട്ടിയുള്ള ഒരു ആക്രമണത്തിലേക്ക് പോയതല്ല, മറിച്ച് മോഷണ ശ്രമത്തിന്റെ ഭാഗമായി മാത്രം നടന്നത്. ആ വസതിയൊന്നും ഇദ്ദേഹത്തിൻ്റെതാണ് എന്നറിയില്ല എന്ന് പറയുമ്പോഴും ഈ വസതി വളരെ പ്രധാനപ്പെട്ട സുരക്ഷാ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അതീവ സുരക്ഷയുള്ള മേഖലയിൽ ആണല്ലോ സെയ്ഫ് അലി ഖാൻ താമസിച്ചിരുന്നത്. അങ്ങനെ കൃത്യമായൊരു വിവരങ്ങൾ പോലീസ് പങ്കുവച്ചിട്ടുണ്ടോ രാകേഷ്? പ്രാഥമിക വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പോലീസ് പങ്കുവച്ചിട്ടുള്ളത് അഭിലാഷ്. മാത്രവുമല്ല, പോലീസിനെ സംബന്ധിച്ച് വലിയ നാണക്കേടി വിഷയത്തിലുണ്ടാക്കി. കാരണം അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ അതീവ സുരക്ഷാ മേഖല, VIP-കളൊക്കെ താമസിക്കുന്ന മേഖലയിൽ ഇത്തരം ആക്രമണം നടക്കുന്നു, ക്രമസമാധാന നില തകരാറിലായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം വലിയ വിമർശനം ഉന്നയിക്കുന്നു, പ്രതിഷേധം നടത്തുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്ന കാര്യം, ഒന്ന് മോഷണം തന്നെയായിരുന്നു ലക്ഷ്യം, മറ്റൊന്ന് സെയ്ഫ് അലി ഖാന്റെ വീടാണെന്ന് ഇയാൾക്ക് അറിയണ്ടായിരുന്നില്ല. പോലീസിനെ
പറഞ്ഞത് വിശ്വസിക്കുകയാണെങ്കിൽ ഇയാൾ ബംഗ്ലാദേശ് പൗരനാണ് എന്ന് പോലീസ് പറയുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇയാൾക്ക് സെയ്ഫ് അലി ഖാനെ അറിയാനുള്ള സാധ്യതയും കുറവാണ്. അത് തന്നെയാണ് പോലീസും ആവർത്തിക്കുന്നത്. സെയ്ഫ് അലി ഖാന്റെ വീടാണെന്ന് അറിയാതെയാണ് ഇയാൾ മോഷണം നടത്തിയതെന്നാണ് ഇപ്പോൾ പോലീസ് ഏതായാലും പങ്കുവയ്ക്കുന്നത്. യെസ്, സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവം ആയിരുന്നു. അതിൽ പ്രതിയെ പിടികൂടാനായി എന്നത് പോലീസിന് ആശ്വാസകരമാണ്. പക്ഷേ എന്തായിരുന്നു പ്രതിയുടെ ലക്ഷ്യം? ഇതിപ്പോൾ അറിഞ്ഞുകൊണ്ട് ഉണ്ടായ ഒരു ആക്രമണമല്ല എന്ന് പറയുമ്പോൾ പോലും ഇത്തരം സുരക്ഷാ മേഖലയിലേക്ക് എങ്ങനെയാണ് ഒരു പ്രതിക്ക് അല്ലെങ്കിൽ ഒരു കുറ്റവാളിക്ക് മോഷണത്തിന്റെ ഭാഗമായിട്ടാണ് എങ്കിൽ പോലും എത്തിപ്പെടാൻ സാധിച്ചത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം കണ്ടെത്തേണ്ടി വരും.